ലാൽസലാം പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഡി.എസ്. ഇറായ് 13ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ദിനത്തിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ മോർണിംഗിൽ തന്നെ നേടാൻ കഴിയുന്നു. കളക്ഷൻ അഗ്നിപർവ്വതം പോലെ തന്നെ ആളിപ്പടരുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനോടകം തന്നെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇതുവരെ 1086ഓളം ഷോകൾ 13,800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായി മോർണിംഗിൽ തന്നെ കാണാൻ കഴിയുന്നു. 24 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് 66 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷനായി വന്നത്. അതായത് ഏകദേശം 86 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ. ആദ്യമായിട്ട് സിനിമ 1 കോടിക്ക് താഴെ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി 28,90,00,000 രൂപയാണ് സിനിമ നേടിയിട്ടും ഉള്ളത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇനി സിനിമയുടെ ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് വരാം. 10 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് 31.40 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 2,80,00,000 രൂപ നേടിയപ്പോൾ കർണാടകത്തിൽ നിന്ന് 4,45,00,000 രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് 2,15,00,000 രൂപ നേടുമ്പോൾ ഓവർസീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 31 കോടിക്ക് മുകളിലാണ്. അതായത് ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 10 ദിനത്തെ കളക്ഷൻ വരുന്നത് 71,85,00,000 രൂപയോളമാണ്. UAEയിൽ സിനിമയ്ക്ക് 1,27,000 അഡ്മിറ്റുകളിൽ നിന്ന് $1.53 മില്യൺ നേടാൻ കഴിഞ്ഞു. GCCയിൽ നിന്ന് മാത്രമായി 70,000 മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 0.67 മില്യൺ ഡോളറാണ്. അതായത് ടോട്ടൽ 2.21 മില്യൺ, അതായത് 19.5 കോടിയോളമാണ് UAE GCCയിൽ നിന്ന് മാത്രമായി സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡി.എസ്. ഇറ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഒരു ഗംഭീര ബ്ലോക്ക് ബസ്റ്ററുമായി പ്രണവ് വരുന്നു. വളരെ കുറച്ച് സിനിമകളാണ് ചെയ്തേക്കുന്നതെങ്കിലും അതിനകത്തിൽ ചെയ്ത സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വമ്പൻ വിജയങ്ങളിലൂടെ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിൽ വരുന്ന ഏക നടനായി മാറുകയും ചെയ്യുകയാണ് പ്രണവ് മോഹൻലാൽ. എന്തായാലും ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നും 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു നിമിഷം സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 25 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മിഡ് വർക്കിംഗ് ഡേ ആണ്. സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്ന ഇടിവ് ഇവിടെയുണ്ട്. എന്താണേലും നമുക്ക് ഇന്നും സിനിമ 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിലെ കളക്ഷൻ. കഴിഞ്ഞ ശനിയാഴ്ച 2,34,40,000 രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 2.5 കോടിക്ക് മുകളിൽ ശനിയാഴ്ച വന്നെങ്കിൽ ഞായറാഴ്ച 2,14,42,000 രൂപ, അതായത് 2,30,00,000 രൂപയ്ക്ക് മുകളിൽ വരികയും ചെയ്തു. അതായത് 2 ദിവസം കൊണ്ട് ഏറെക്കുറെ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 5 കോടിക്ക് മുകളിൽ നിന്നുള്ള കളക്ഷനാണ്. ഈ വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 3.5 കോടിയെങ്കിലും സിനിമ നേടുമെന്നുള്ളത്. ഇതിനോടകം തന്നെ വരുന്ന വാരത്തിൽ സിനിമ 80 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 100 കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ഹൊറർ ചിത്രമായതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ മികച്ച പെർഫോമൻസും സിനിമയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു മുന്നേറ്റം നൽകുന്നു എന്ന് തന്നെ പറയാം. രാഹുൽ സദാശിവൻ്റെ സിനിമകളെല്ലാം തന്നെ നമുക്കറിയാം ആ ഒരു രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അതായത് അത്ര ഗംഭീരവും അത്ര മികച്ചതുമായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്താണെങ്കിലും മലയാളത്തിൽ അടുത്ത 100 കോടി പിറക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 2025 മികച്ച വർഷത്തിൻ്റെ കണ്ടിന്യൂറ്റി 26ലേക്കും തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് ഒന്ന് എടുക്കാം. കാരണം ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല മലയാളത്തിൽ ഇതേപോലെയുള്ള ഒരു ഗംഭീര ഹൊറർ ചിത്രം എന്നുള്ളത് തന്നെ ഉറപ്പായി പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ലാൽസലാം.